വീണ്ടും നിയമസഭയിലേക്ക് പോവുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. 11 മണിക്ക് കാര്യോപദേശക സമിതി ചേരുമെന്നും സ്പീക്കർ അറിയിക്കുന്നു. ശരത്തുണ്ട് വിശദാംശങ്ങൾ നൽകുവാനായിട്ട്. ശരത്ത്, സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ തന്നെ പ്രതിപക്ഷ പ്രതിഷേധവുമായി തന്നെയാണ് സഭ ആരംഭിച്ചത്. തുടർന്ന് ചോദ്യോത്തര വേളയിൽ പ്രതിഷേധമുയർത്തി പ്ലക്കാർഡ് ഉയർത്തി നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങുന്നു. തുടർന്ന് സഭ താൽക്കാലികമായി നിർത്തിവെച്ചതായി സ്പീക്കർ അറിയിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സഭയിൽ നടന്നത്? കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ സഭ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നതോടെയാണ് നേരത്തെ സഭ നിർത്തിവെക്കുന്നതിന് വേണ്ടി സ്പീക്കർ തീരുമാനിച്ചിരിക്കുന്നത്. ചോദ്യോത്തര വേള 30 മിനിറ്റ് പിന്നിടുമ്പോഴാണ് സഭ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി സ്പീക്കർ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. 11 മണിക്ക് BAC യോഗം ചേരുമെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ച വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ ആവശ്യങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യങ്ങളായി ഉന്നയിച്ചു. ഇതേ തുടർന്നാണ് കടുത്ത പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് തൽക്കാലം സഭ നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം സ്പീക്കർ കൈക്കൊണ്ടിരിക്കുന്നത്. ശരത്തൊപ്പം തന്നെ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഭരണപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ മന്ത്രി സജി ചെറിയാൻ അടക്കം രൂക്ഷമായ വിമർശനമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാര്യമായി ഈ ചോദ്യോത്തര വേളയിൽ മന്ത്രി മറുപടി പറയുന്നതിനിടയിലാണ് മന്ത്രി സജി ചെറിയാൻ അത്തരമൊരു പരാമർശം നടത്തിയത്. പ്രതിപക്ഷത്തിനെതിരായ വിമർശനപരമായ ഒരു പരാമർശം നടത്തിയത് ശുദ്ധമര്യാദകേടാണ് പ്രതിപക്ഷം കാണിക്കുന്നത് എന്ന ഒരു പദപ്രയോഗമാണ് സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റ് മന്ത്രിമാരൊന്നും തന്നെ നിലവിൽ ഭരണപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ മറ്റ് വിമർശനങ്ങളൊന്നും വാക്കാൽ ഉന്നയിച്ചിട്ടില്ല. അവർ ഈ മറുപടി പറയുന്നതിനിടയിൽ മന്ത്രി സജി ചെറിയാൻ അത്തരമൊരു പദപ്രയോഗം നടത്തുകയാണ് ഉണ്ടായത്. ഏതായാലും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 11 മണിക്ക് BAC യോഗം ചേരുമ്പോൾ ആ യോഗത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കില്ല. ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ MLA-മാർക്കെതിരായ എടുത്ത കേസുകളിൽ പിൻവലിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് തുടർച്ചയായി അനുമതി നിശ്ചയിക്കുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് വരെ സഭാ നടപടികളുമായി സഹകരിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. വ്യക്തമാണ്. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. 11 മണിക്ക് കാര്യോപദേശക സമിതി യോഗം ചേരും. പ്രതിപക്ഷം സമിതിയിൽ യോഗത്തിൽ പങ്കെടുക്കില്ല. ഒപ്പം തന്നെ രൂക്ഷ വിമർശനവുമായി സജി ചെറിയാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷം ശുദ്ധ മര്യാദകേടാണ് കാണിക്കുന്നതെന്നും സജി ചെറിയാൻ വിമർശിച്ചു. ശരത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.